പ്രഖ്യാപന സമയം മുതൽ തിയേറ്ററുകളിൽ എത്തുന്നതുവരെ ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് എമ്പുരാൻ. ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ നിരവധി വിവാദങ്ങൾക്കും തിരികൊളുത്തുകയുണ്ടായി. എന്നിരുന്നാലും മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് എമ്പുരാൻ. നിരവധി സർപ്രൈസ് എലമെന്റുകൾ ഒരുക്കിയാണ് എമ്പുരാൻ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഘട്ടം ഘട്ടമായി എത്തിയ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ച സംഘപരിവാർ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയിൽ റിലീസ് ചെയ്ത സിനിമയുടെ പതിപ്പിലെ ചില രംഗങ്ങൾ റീഎഡിറ്റ് ചെയ്തിരുന്നു. ഇത് സിനിമയുടെ കളക്ഷനെ വലിയ രീതിയിൽ ബാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 8ാം ദിനം സിനിമയുടെ കളക്ഷനിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് ചെയ്ത 8ാം ദിവസം 3.9 കോടി രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. 7ാം ദിവസം 5.67 കോടിയാണ് സിനിമ നേടിയത്. 8ാം ദിനം മലയാളം പതിപ്പ് 3.55 കോടി രൂപയാണ് നേടിയതെങ്കിൽ 2 ലക്ഷമാണ് കന്നഡ പതിപ്പ് നേടിയത്. തെലുങ്ക് 5 ലക്ഷം, തമിഴ് 2 ലക്ഷം, ഹിന്ദി 8 ലക്ഷം എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ. 24 കട്ടുകളാണ് ഇന്ത്യയിൽ റിലീസ് ചെയ്ത സിനിമയുടെ പതിപ്പിൽ വരുത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ മുഴുവനായി ഒഴിവാക്കുകയും മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന സീൻ വെട്ടിമാറ്റുകയും ചെയ്തിട്ടുണ്ട്. വിവാദമായ വില്ലന്റെ ബജ്രംഗി എന്ന പേര് ബൽദേവ് എന്ന് തിരുത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ സിനിമയിലെ നന്ദി കാർഡിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരും ഒഴിവാക്കിയിരുന്നു. അതേസമയം 3ാം ഭാഗത്തിന്റെ സാധ്യതകൾ ബാക്കിവെച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ചിത്രത്തിന് 3ാം ഭാഗമുണ്ടാകുമെന്നും ഇല്ലെങ്കിൽ കഥ പൂർത്തിയാകില്ലെന്നും എമ്പുരാൻ പ്രൊമോഷൻ വേളയിൽ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. എന്നാൽ നിലവിലെ വിവാദങ്ങൾക്കിടെ 3ാം ഭാഗം ഉണ്ടാകുമോ എന്ന സംശയം ഉയർന്നിരുന്നുവെങ്കിലും ചിത്രം ഉണ്ടാകുമെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. സിനിമയുടെ പേര് അസ്രയേൽ എന്നായിരിക്കുമെന്ന സൂചനകൾ സംഗീത സംവിധായകൻ ദീപക് ദേവും നൽകിയിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.